ബി.ജെ.പിക്ക് കീഴടങ്ങുന്ന കോൺഗ്രസിനെയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ബി.ജെ.പിയെ നേരിടാൻ കോൺഗ്രസിന് ഭയമാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള പൊതുയോഗം നെടുമ്പാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പിക്കെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് നെടുമ്പാശ്ശേരിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഉന്നയിച്ചത്. ബി.ജെ.പിയെ നേരിടാൻ കോൺഗ്രസിന് ഭയമാണെന്നും അതിനുള്ള ശക്തി കോൺഗ്രസിന് നഷ്ടമായെന്നും കാരാട്ട് പറഞ്ഞു. There is the LDF government here, there is the DMK government in Tamil Nadu. They are facing the brunt of the attack of the central government. So it is the left and the LDF government here which is in the forefront of defending the rights of the states. ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം എന്നിവയെ മോദി സർക്കാർ കടന്നാക്രമിച്ചു. ബി.ജെ.പി ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ രണ്ടു തരം പൗരന്മാരായി കാണുന്നു. ഇത് രാജ്യത്ത് മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ശ്രമം. തൃശൂരിൽ 4 തവണ വന്ന പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചില്ല. സംസ്ഥാനങ്ങളുടെ അധികാരം കവരുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഏറ്റവും വലിയ ഇരയാണ് കേരളം. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം തടഞ്ഞുവെന്നും വികസന ക്ഷേമ പ്രവർത്തനം തടയാൻ ഗവർണറെ ഉപയോഗിച്ചതായും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. All of us who cherish India as a multi-religious, multilingual, multicultural country, we have to unite to defeat this nefarious game of the BJP and the RSS. കേരളത്തിൽ ബി.ജെ.പി വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം കടന്നാക്രമണങ്ങൾക്കെതിരെയുള്ള മുന്നണി പോരാളിയാണ് കേരളം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നതും പ്രമേയം പാസാക്കിയതും കേരള സർക്കാരാണ്. അതേസമയം പൗരത്വ നിയമ ഭേദഗതിയെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല. കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ ഇതിനെതിരെ UDF MPമാർ ശബ്ദിച്ചില്ല. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.